ദിവസമാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതും പഠിക്കാൻ പോകുന്നതും പ്രേം കി സിവ ഓർ കുച്ച് നഹി എന്ന് പറയുന്ന പാഠഭാഗത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. നമ്മുടെ പാഠഭാഗത്തിൽ തന്നെ നമുക്ക് തന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നന്നായിട്ട് എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് നോക്കാം കേട്ടോ. ഓക്കെ, യെസ്, ഇതൊരു ഡയറി ആയിരുന്നു അല്ലേ. അതിന് മുമ്പ് മിസ് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു പാഠഭാഗത്തിനെ കുറിച്ച് പറഞ്ഞുതരാം. എന്തൊക്കെയാണ്? പ്രേം കി സിവ അല്ലേ, സ്നേഹത്തെ കൂടാതെ മറ്റൊന്നുമില്ല എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ ആയിരുന്നു നമ്മുടെ അല്ലേ. എന്തായിരുന്നു ഇത്? ആരായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്? ജസിന്ത കെർക്കെട്ടെ. എന്താണ്? ജസിന്ത കെർക്കെട്ട എന്ന് പറയുന്ന ആളുടെ ഒരു ഡയറിയാണ്. ഒരു ദിവസത്തെ ഒരു ഡയറി. ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത്, അതായത് ഹോസ്പിറ്റലിൽ അവരുടെ ആരോ ഒരാൾ കിടന്ന സമയത്ത് എന്താണ് നമ്മുടെ ജസിന്തയ്ക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ. ആ അനുഭവങ്ങൾ വെച്ചിട്ട് എന്താണ് ഒരു ഡയറി എഴുതാണ്. ആ ഡയറി ആയിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ആ ഡയറിയിൽ മുഴുവൻ നമ്മൾ എന്താ കാണുന്നത്? സ്നേഹമാണ് കാണുന്നത്. സ്നേഹം എന്ന് വെച്ചാൽ എന്ത് സ്നേഹമാണ്? മറ്റുള്ളവരെ സഹായിക്കാൻ കാണിക്കുന്ന, മറ്റുള്ളവരോട് കുറച്ച് എന്താണ് സന്മനസ്സും മനുഷ്യത്വമൊക്കെ കാണിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുടെ ഒരു കഥയാണ് നമ്മൾ ആ ഡയറിയിൽ കണ്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു പാഠഭാഗവുമായി ആസ്പദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ 4 ക്വസ്റ്റ്യൻസ്, അതായത് ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിൽ ഒരു പിങ്ക് ബോക്സിൽ മക്കൾക്ക് ഒരു 4 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് തന്നിട്ടുണ്ട് അല്ലേ. അതാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്? അടിപൊളിയായിട്ട് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ മക്കൾ എന്ത് ചെയ്തോളാം? അർത്ഥം എഴുതിയെടുക്കേണ്ടവരൊക്കെ അർത്ഥം എഴുതിയെടുക്കുക. നമ്മളിതേ ഇങ്ങനെ ആൻസർ പറഞ്ഞിട്ട് വളരെ ചെറിയ ചെറിയ ആൻസേഴ്സ് ആണ്, വലിയ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പഠിക്കാൻ പറ്റുന്നവർ എന്ത് ചെയ്യുക? നന്നായിട്ട് ഇത് ഇരുന്ന് പഠിക്കുക കേട്ടോ. പഠിക്കുക, എഴുതി പഠിക്കുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വരുത്താതെ നോക്കണം. ഓക്കെ, യെസ്, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണേ. നോക്കാം. मैंने 20 रुपये निकाल कर उसकी और बढ़ा दिए. ഇത് ഏതായിരുന്നു ഭാഗം എന്ന് പറയുന്നത്? ഇത് ഏത് ഭാഗത്തുനിന്നാണ് ചോദിക്കുന്നതെന്ന് അറിയോ? നമ്മുടെ ജസിന്ത ഉണ്ടല്ലോ, എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? വരിയിൽ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? മുന്നിൽ നിൽക്കുന്ന ഒരാൾക്ക് 20 രൂപയുടെ ഒരു അത്യാവശ്യം വരികയാണ്. 20 രൂപയുടെ ഒരു അത്യാവശ്യം വരികയാണ്. ഇത്രയും വലിയ ലൈനിൽ നിൽക്കുന്നുണ്ട്. പിന്നെ എന്താണ്? പോയിട്ട് വീണ്ടും 20 രൂപ എടുത്ത് ഇങ്ങോട്ട് വീണ്ടും വരാന്ന് പറയുന്നത് നടക്കുന്ന പണിയാണോ? അല്ല. അപ്പൊ ഇവര് ഭയങ്കര ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജസിന്ത എന്ത് ചെയ്തു? ഒരു 20 രൂപ എടുത്തിട്ട് അയാൾക്ക് നേരെ നീട്ടുകയാണ് അല്ലേ. എന്നിട്ട് അയാളെ സഹായിക്കുകയാണ് അല്ലേ. അപ്പൊ ഈ ഒരു ഭാഗമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ. ഞാൻ 20 रुपये എന്നാണ് 20 രൂപ അല്ലെ. 20 രൂപ നിക്കാൽക്കർ എടുത്തിട്ട് ഉസ്കി ഓർ അവർക്ക് നേരെ ബടാ ദിയെ നീട്ടി. നോക്കണേ, അർത്ഥം നോക്കണേ. എന്താ ചെയ്തത്? 20 രൂപ അവർക്ക് നേരെ ബടാ ദിയെ നീട്ടി എന്ന് പറയാണ്. യഹാ ഇവിടെ ലേഖികാക്ക, നമ്മുടെ ലേഖിക ആരാണ്? ജസിന്തയാണ് അല്ലെ. ജസിന്തയുടെ കോൺസാ മനോഭാവ പ്രകട ഹോത്താ ഹേ, എന്ത് തരത്തിലുള്ള മനോഭാവമാണ് പ്രകടമാവുന്നത്? അതായത് എന്ത് തരത്തിലുള്ള സ്വഭാവമാണ് പ്രകടമാവുന്നത്? നമുക്ക് ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്? മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു സംഭവം അല്ലെ. നമുക്ക് പറയാം, മറ്റുള്ളവരോട് നമ്മളൊരു എംപതി കാണിക്കുക എന്ന് നമുക്ക് പറയാം അല്ലേ. പറഞ്ഞു തരാം. നോക്കുക, ശ്രദ്ധിക്കുക. നമ്മുടെ ആൻസർ എന്താണെന്നറിയോ? ദൂസരോം കെ പ്രതി. കെ പ്രതി വെച്ചാണ് മറ്റുള്ളവരോട് എന്നുള്ള അർത്ഥം. എന്താണ് ഇതെന്താണ്? മറ്റുള്ളവരോട് എന്ത് കാണിക്കുക? സമാനുഭൂതി. മറ്റുള്ളവരോടുള്ള സമാനുഭൂതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ വാക്ക് മക്കൾക്ക് പുതിയതായിരിക്കും. ഇതിന് എന്താണെന്നറിയോ? എംപതി എന്നാണ് നമ്മൾ പറയുക. എന്താണ് എംപതി? എംപതി എന്താണ്? മറ്റുള്ളവരെ സഹായിക്കാൻ കാണിക്കുന്ന നമ്മുടെ മനസ്സ്. സിമ്പതി വെച്ചെന്താണ്? അയ്യോ എന്ന് പറയുന്നത് അല്ലേ. അയ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കടപ്പെടുന്നത് മാത്രം. എംപതി എന്ന് വെച്ചാൽ അവരെ സഹായിക്കാനും കൂടിയുള്ള മനസ്സ് നമ്മൾ കാണിച്ചാൽ അത് എന്തായിട്ട് മാറി? എംപതി ആയിട്ട് മാറി. അപ്പൊ ഈ സമാനുഭൂതി എന്ന് പറയുന്ന വാക്ക് നന്നായിട്ട് മക്കൾ പഠിച്ചു വെക്കണം. ഈ പാഠത്തിൽ മൊത്തം നമ്മൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? സമാനുഭൂതിയാണ് കേട്ടോ, എംപതിയാണ് കേട്ടോ. അപ്പൊ ആ വാക്ക് പഠിച്ചു വെച്ചോണം. ഇവിടെ എന്താണ്? ദൂസരോം കെ പ്രതി, മറ്റുള്ളവരോടുള്ള സമാനുഭൂതിയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ മക്കളെ. നോക്കാം. നഹി വ 20 ही रुपये नहीं थे, इससे आपने क्या समझा? ഓക്കെ, ഈ ഒരു ഭാഗം ആദ്യം പറയാവേ. ഇതിൽ എന്ത് ഭാഗമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ആ ഒരു ആത്മി, ആ ലൈനിൽ നിന്നിട്ടുണ്ടായിരുന്ന ആത്മി അല്ലേ, 20 രൂപയെ കൊടുത്ത് നമ്മുടെ ലേഖിക സഹായിച്ചിട്ടുണ്ടായിരുന്ന ആത്മി ഉണ്ടല്ലോ, അയാൾ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ലേഖികനോട് പറയുന്നുണ്ട്, ഇതാ നിങ്ങൾ തന്നിട്ടുള്ള 20 രൂപ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്നുണ്ട്. തിരിച്ചു കൊടുത്ത സമയത്ത് നമ്മുടെ ലേഖിക എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? വേണ്ട 20 രൂപയല്ലേ ഉള്ളൂ, അതൊന്നും എനിക്ക് തിരിച്ചു തരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമ്മുടെ ആ ഒരു ആത്മി, ആ ഒരു മനുഷ്യൻ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എനിക്കത് എന്തായിരുന്നില്ല, വെറും ഒരു 20 രൂപയല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയാൻ കാരണം എന്താണെന്നാണ് മക്കളോട് ചോദിച്ചിട്ടുള്ളത്. നോക്കുക, എന്താണ്? നെഹി അല്ല,
വഹ 20 ही रुपए नहीं थे. അത് 20 രൂപ മാത്രമായിരുന്നില്ല. 20 ही रुपए नहीं थे എന്നാണ് 20 രൂപ മാത്രമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നോക്കിക്കേ, ഇസ്സെ ഇതുകൊണ്ട് ആപ്പിനെ നിങ്ങൾ എന്ത് ചെയ്ത്, ക്യാ സംജ എന്താണ് മനസ്സിലാക്കിയത്. ആപ്പ് എന്ന് വെച്ചാൽ എന്താണ്, താങ്കൾ എന്നുള്ള അർത്ഥം കേട്ടോ. എന്താണ് ഇതുകൊണ്ട് താങ്കൾ എന്താണ് മനസ്സിലാക്കിയത്, നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? നിങ്ങൾ ആലോചിക്കുക, ആ വലിയൊരു ലൈനായിരുന്നു അല്ലേ. ആ ലൈനിൽ നിൽക്കുന്ന സമയത്ത് അയാൾ വളരെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടെൻഷൻ, നമ്മളിപ്പോൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരാൾ സഹായിക്കുകയാണ്. ഇപ്പോൾ ഒരു 20 രൂപ ഇല്ലാതെ നീ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് ഒരാൾ നമുക്ക് 20 രൂപയായിട്ട് കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ ആ 20 രൂപയ്ക്ക് എന്തിൻ്റെ വിലയുണ്ട്? 2000 രൂപയുടെ വിലയുണ്ട് അല്ലേ. അത് നമ്മുടെ അഭിമാന പ്രശ്നമാണ്, നമ്മുടെ ടെൻഷൻ മാറ്റുന്ന സാധനമാണ്. ഒക്കെ കൂടെ ആവുമ്പോൾ എന്താണ്, ആ 20 രൂപയുടെ മൂല്യം കൂടും അല്ലേ. അപ്പം നോക്കുക, അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചേ, ആസ്പത്താൽ കെ കത്താർ മേ, ഹോസ്പിറ്റലിന്റെ കത്താർ. കത്താർ എന്താണ്? ക്യൂ ആണ്, ലൈൻ ആണ് അല്ലെ, വരിയാണ്. വരിയിൽ ഗഡെ നിന്ന വ്യക്തി 20 രൂപയെ ന ഹോനെ കെ കാരൺ, ആ ഒരു കത്താറിൽ ക്യൂയിൽ ഗഡെ നിന്നിട്ടുണ്ടായിരുന്ന വ്യക്തി 20 രൂപയെ, ആ ഒരു 20 രൂപ ന ഹോനേക്ക് കാരൺ ഇല്ലാഞ്ഞത് കാരണം ബഹുത് പരീഷാൻ മേത്ത, ഒരുപാട് പരീഷാൻ. പരീഷാൻ എന്ന് വെച്ചാൽ പരിഭ്രമം, ടെൻഷൻ, നെർവസ്നെസ് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. വളരെയധികം പരീഷാനിലായിരുന്നു അയാൾ അല്ലേ. ഇസ്ലിയെ അതുകൊണ്ട് ലേഖികയ്ക്ക് ഉസ് പൈസ, നമ്മുടെ ലേഖികയുടെ ആ ഒരു പൈസ എന്ന് പറയുന്നത് ഉസ്കേലിയെ അയാൾക്ക് ബഹുത് മൂല്യവാൻ ഹേ, വളരെയധികം മൂല്യവാനാണ്. മൂല്യവാൻ എന്ന് വെച്ചാൽ എന്താണ്, വളരെ വാല്യൂ ഉള്ളതാണ്, വാല്യൂബിൾ ആയിട്ടുള്ളതാണ്, വളരെയധികം എന്താണ്, മൂല്യമുള്ളതാണ് മൂല്യവാൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ. അപ്പം ഇതേ സാധനം, മലയാളത്തിലുള്ള സാധനം തന്നെ നമ്മൾ എന്ത് ചെയ്താണ്, കുറച്ച് നന്നായിട്ട് എഴുതി എന്നേ ഉള്ളൂ. ഇത് ഇതേപോലെ കാണാപ്പാടൊന്നും പഠിച്ച് മക്കൾ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നത് ഏകദേശം ഇതേ അർത്ഥം വരുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി കേട്ടോ. നമ്മളെന്താണ്, ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഒരു ഹിൻറ്റ് തരുന്നു എന്നേ ഉള്ളൂ. എപ്പോഴും എഴുതുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ വേണം എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, अस्पताल के भीतर और बाहर अपनी अपनी अलग दुनिया है, ऐसा क्यों कहा गया. നോക്കുക, നമ്മുടെ അതിൽ നമ്മുടെ ജസിന്ത പറയുന്നുണ്ട് എന്താണ്, ഹോസ്പിറ്റലിന്റെ ഭീത്തർ, ഭീത്തർ എന്ന് വെച്ചാൽ എന്താണ്, ഉള്ളിലാണ് അല്ലെ. എന്താണ്, ഉള്ളിലും, പിന്നെന്താണ്, ബാഹർ പുറത്തും, അപ്പനി അപ്പനി തൻ്റെതായിട്ടുള്ള ഒരു അലഗ് ദുനിയ. അലഗ് ദുനിയ ചെന്നാണ് വേറെ വേറെ വേൾഡ് ആണ് കാണാൻ പറ്റുന്നത്. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വേറെ വേൾഡ് ആണ്, പുറത്ത് വേറെ വേൾഡ് ആണ്. ഇങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും, ആസി ക്യൂ കഹാ ഗയ, ഇങ്ങനെ ക്യൂ എന്തിനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഒന്നുമില്ല, ഹോസ്പിറ്റലിൻ്റെ അകത്ത് ഫുള്ള് എന്തായിരിക്കും, രോഗികളെ നമുക്ക് കാണാൻ പറ്റും. രോഗികളെ കൂടെ അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി വന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ഫുള്ള് നമ്മൾ സങ്കടം, സന്തോഷം അങ്ങനെയൊക്കെ കലർന്നിട്ടുള്ളൊരു സാധനമായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക അല്ലേ. ഓക്കെ, പക്ഷെ ആ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം കാണുമോ? ഇല്ല. ഇങ്ങനെയുള്ള ടെൻഷനുകളിൽ നിന്നും, ഈ രോഗികളെ നോക്കുക അങ്ങനെയൊക്കെയുള്ള ടെൻഷനിൽ നിന്നും നമ്മുടെ പുറത്തുള്ള ദുനിയ, പുറത്തുള്ള വേൾഡ് എന്ന് പറയുന്നത് എന്താണ്, അതിൽ നിന്നൊക്കെ വേറിട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അകത്തുള്ള ദുനിയയും ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലുള്ളതും പുറത്തുള്ളതും എന്താണ്, ബാഹറുള്ളതും എന്താണ്, വേറെ വേറെയാണ് എന്നാണ് പറയുന്നത് അല്ലേ. ഓക്കെ, അതിൻ്റെ ആൻസർ നോക്കിക്കേ മക്കള്. അസ്പതാൽ മേ, അസ്പതാൽ ഹോസ്പിറ്റൽ ആണേ, പഠിച്ചു വെച്ചോണേ. ഹോസ്പിറ്റലിനുള്ളിൽ ആനേ ജാനേ വാലെ, ആനേ ജാനേ വാലെ ചെന്നാണ് പോകുകയും വരികയും അല്ലെ. എന്താണ്, പോകുകയും വരുകയും ചെയ്യുന്ന ആര്, ജനങ്ങൾ. കിസി രോഗക്കെ കാരൺ, ഏതെങ്കിലും രോഗം കാരണം, യാ ദൂസരോं को ख्याल रखने के लिए, മറ്റുള്ളവരെ എന്താണ്, സംരക്ഷിക്കാൻ വേണ്ടി. ഖ്യാൽ രഖ്ന വെച്ചെന്താണ്, മറ്റുള്ളവരെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അവരെ എന്താണ്, നോക്കാനോ വരുന്ന ആൾക്കാരായിരിക്കും. ബാഹർ കി ദുനിയ, പുറത്തുള്ള എന്ത്, ദുനിയ, വേൾഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻ പരീഷാനിയും, ഇങ്ങനെയുള്ള ടെൻഷനുകളിൽ നിന്നും ദൂരത്താണ്. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല, പക്ഷെ മക്കളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കേണ്ട കാര്യമുണ്ട്. ബാക്കി നേരത്തെ എടുത്തതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ നോക്കുക. ഇസ് ധർത്തി കോ പ്രേം കെ സിവ ഓർ കുച്ച് നഹി ബച്ചാ സക്താ. നമ്മുടെ അവസാനത്തെ ഭാഗത്ത് നമ്മുടെ ജസിന്ത, അതായത് നമ്മുടെ ഈ ഒരു മൊത്തം ഡയറി ഉണ്ടല്ലോ, ഈ ഡയറീൻ്റെ മൊത്തം എന്താണ്, ഗുണപാഠമൊക്കെ എന്താണെന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും, ഇത് ഈ ഒരു സംഭവം പറയാൻ പറ്റും. എന്താണ് ചോദിച്ചിട്ടുള്ളത് നോക്കിക്കേ. ഇസ് ധർത്തി കോ, ഈ ഭൂമിയെ പ്രേം കെ സിവ,
സ്നേഹത്തെ കൂടാതെ. അപ്പൊ നമ്മുടെ ഈ ഒരു ഫുൾ കവിതയിൽ എന്താണ്, ഈ ഒരു സ്നേഹത്തിനെ കുറിച്ച്, പ്രേമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എന്താണ് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്ക് എന്ത് തന്നെയാണ്, ഈ ലവ് എന്ന് പറയുന്നതാണ് അല്ലേ. അത് പല രീതിയിലാവും അല്ലേ. ഇത് നമ്മളിപ്പോൾ എന്താണ് എല്ലാ ജീവികളെ സ്നേഹിക്കുന്നതും, അച്ഛൻ എന്താണ് നമ്മുടെ മകളോടുള്ള സ്നേഹം, മകൾക്ക് എന്താണ് അമ്മയോടുള്ള സ്നേഹം, ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ എന്താണ് നമ്മുടെ സ്നേഹത്തിൽ പെടുത്താൻ പറ്റുന്ന സംഭവം അല്ലേ. അല്ലേ. ഓക്കെ. അപ്പൊ ആ ഒരു സ്നേഹത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത് കേട്ടോ. മനുഷ്യനോട് കാണിക്കുന്ന എന്ത് സ്നേഹം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കുക, നിങ്ങൾ ആലോചിച്ചോളാം. നമ്മുടെ ആ ഒരു കഥയുടെ അവസാനം, ഡയറിയുടെ അവസാനം പറയുന്നുണ്ട്, ഈ ലോകത്തിനെ, ഈ ഭൂമിയെ, ധർത്തിക്കോ പ്രേം കി സിവ, നമ്മുടെ സ്നേഹത്തെ കൂടാതെ ഓർ കുച്ച് നഹി ബച്ചാ സക്ത, മറ്റൊന്നിനും ബച്ചാ നഹി സക്ത, രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇസ് പർ അപ്ന മത് എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങളുടെ അഭിപ്രായമാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യാനാണ്, പ്രകടിപ്പിക്കാനാണ്. പ്രകടിക്കരേ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നോക്കിക്കോളൂ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്താണ്, നമ്മുടെ ഇവിടേക്ക് യുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ യുദ്ധം നടത്തുന്ന ആൾക്കാരൊന്ന് വിചാരിച്ചാൽ മതി, എന്ത്, അപ്പുറത്ത് നിൽക്കുന്നത് മനുഷ്യനാണ്, നമ്മുടെ അതേ ആൾക്കാരാണ്, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മൾ അവരെ സ്നേഹിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഭൂമിയിൽ യുദ്ധം നടക്കുമോ? ഇല്ല. നമ്മുടെ എല്ലാ തെറ്റുകളും, ഭൂമിയിൽ ഉണ്ടാകുന്ന എല്ലാ തെറ്റുകളും നടക്കുമോ? മനുഷ്യനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളും നടക്കില്ല അല്ലേ. അപ്പം അതാണ് പറഞ്ഞത്, നമ്മുടെ ഭൂമിയെ രക്ഷിക്കാൻ ഇനി എന്തിനു മാത്രമേ പറ്റുള്ളൂ, സ്നേഹത്തിന് മാത്രമേ പറ്റുള്ളൂ അല്ലേ. ഓക്കെ. അപ്പൊ നോക്കുക മക്കൾ, നോക്കുക, ശ്രദ്ധിച്ചോളാം. നമ്മുടെ ആൻസർ എന്താണെന്നറിയോ? പ്രേം സേ, സ്നേഹം കൊണ്ട്, ഇൻസാനിയത്ത്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് എന്ത് എഴുതാൻ വരും എന്നറിയോ? ഇതുമായി ബന്ധപ്പെട്ടിട്ട് എസ്സേയും ലഘുലേഖ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ വരും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വരികളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. പ്രേം സേ, സ്നേഹം കൊണ്ട്, ഇൻസാനിയത്ത് വെച്ചെന്താണ്, മനുഷ്യത്വമാണ് കേട്ടോ. മനുഷ്യത്വം. വിശ്വാസം എന്ന് വെച്ചെന്താണ്, വിശ്വാസമാണ് കേട്ടോ. നമ്മൾ പരസ്പര വിശ്വാസം. പിന്നെന്താണ്, സമാനാനുഭൂതി അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനമാണ് എന്താണ്, എംപതിയാണ് അല്ലെ. എംപതി. യഹ് സബ് ബഡ് ജാത്തെ ഹേ, ഇതെല്ലാം എന്താണ്, ബഡ് ജാത്തെ ഹേ, കൂടുന്നു എന്ന് പറയാണ്. പ്രേം നഹി തോ, സ്നേഹം ഇല്ലെങ്കിൽ അച്ചായി നഷ്ട ഹോ ജാത്തെ ഹേ. അച്ചായി എന്ന് വെച്ചാൽ എന്താണ്, നന്മയാണ് കേട്ടോ. എന്താണ്, നന്മയ്ക്ക് നമ്മൾ അച്ചായി എന്ന് പറയും കേട്ടോ. അച്ചായി, ബലായി എന്നും പറയാറുണ്ട്, അച്ചായി എന്നും പറയാറുണ്ട്. എനിക്ക് ഏതാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അത് എഴുതുക കേട്ടോ. അപ്പൊ അച്ചായി എന്ന് വെച്ചാൽ നന്മ. നഷ്ട ഹോ ജാത്താ ഹേ, നഷ്ടമായി പോവാണ് അല്ലെ. പ്രേം സേ ഹമാരി, സ്നേഹം കൊണ്ട് നമ്മുടെ എന്തിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും, ധർത്തിക്കോ, ഭൂമിയെ, ബച്ചാ സക്താ ഹേ, രക്ഷിക്കാൻ സാധിക്കും എന്ന് പറയാണ്. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്, ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. ഈ അവസാനത്തെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിച്ചേക്കണം, നന്നായിട്ട് പഠിച്ചേക്കണം. ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും, ഇതിപ്പോൾ അഥവാ ഇപ്പോൾ പോസ്റ്റർ വന്നാലും ഈ ഒരു സംഭവങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എസ്സേ വന്നു, ലഘുലേഖ എഴുതാൻ വേണ്ടി വന്നു, ഇതൊരു സാധനമായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഈ 4 ക്വസ്റ്റ്യൻ ആൻസറും മക്കൾ നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതേപോലത്തെ കുഞ്ഞു കോണ്ടന്റുകളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.